ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കുള്ള കൂടി മെഗാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് എസ്ഐയോടും ഗോപിയോടും പറയുന്നു, സാറേ അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. വീട്ടുകാർ അത് തന്നെ നടത്തുമെന്ന് ഉറപ്പായപ്പോഴാ അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നത്. ഇനി നിങ്ങൾ തിരിച്ച് അവരുടെ കൂടെ അയച്ചു കഴിഞ്ഞാല് അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും സാറേ. അല്ലെങ്കിൽ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കും. അങ്ങനെ വന്നാ പിന്നെ അവളുടെ അച്ഛൻ വെറുതെ ഇരിക്കില്ല. അയാൾക്ക് അവളെക്കാൾ മുഖ്യം അയാളുടെ അന്തസ്സും സ്റ്റാറ്റസും ഒക്കെയാ. സാറേ നിധി ഒരു പാവമാ സാറേ. എസ്ഐ പറയുന്നു, അതെടാ എല്ലാരും പാവങ്ങളാ, ആ കൂട്ടത്തിലെ നീ ഒരു പാവ. അവളെങ്ങാനും തിരിച്ച് അച്ഛന്റെ കൂടെ പോവുകയാണെന്ന് തീരുമാനിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ പാവം നിന്റെ കാര്യം അതോടെ തീരുമാനമാകും. ഈ കേസിൽ നിന്ന് പ്രേമം എന്ന വാക്ക് ഞാനങ്ങ് മാറ്റും. പകരം തട്ടിക്കൊണ്ടുപോകലാകും, മനുഷ്യക്കടത്ത്. ഞെട്ടി സുധീഷ് പറയുന്നു, അയ്യോ സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് നിധി തന്നെ പറഞ്ഞില്ലേ. എസ്ഐ പറയുന്നു, അച്ഛനും മോളും കൂടി സംസാരിച്ചാൽ കഥയൊക്കെ അങ്ങ് മാറും മോനെ. സുധീഷ് ഭയത്തോടു കൂടി നിൽക്കുകയാണ്. അരുൺ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോയതിനു ശേഷം സ്നേഹത്തോടു കൂടി രാജീവ് പറയുന്നു, നിധി നീ വീട്ടിലേക്ക് വാ, എന്നെ കൊണ്ടിങ്ങനെ അപേക്ഷിപ്പിക്കല്ലേ മോളെ. നിധി പറയുന്നു, അച്ഛാ ഈ കല്യാണം നടത്തില്ലെന്ന ഉറപ്പുതാ, അതുപോലെ ആ സുധീഷിനെ ഒന്നും ചെയ്യില്ലെന്നും. എന്നാ ഞാൻ വരാം. രാജീവ് പറയുന്നു, അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധി പറയുന്നു, അച്ഛാ പ്ലീസ് ഈ കല്യാണം നടത്തില്ലെന്ന് അച്ഛൻ പോലീസിന്റെ മുന്നിൽ വെച്ച് സൂര്യയോട് പറ. ആ ഉറപ്പ് മാത്രം മതി, ഞാൻ ഈ നിമിഷം അച്ഛന്റെ കൂടെ വരാം. സുധീഷ് എന്നെ സഹായിച്ചെന്നേ ഉള്ളൂ. രാജീവ് പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ചായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല, മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വീട്ടിൽ ചെന്ന് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായോ. തുടർന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൂര്യയെ ശ്രദ്ധിക്കുകയാണ് ഗുണ്ടകൾ. സൂര്യയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് അരുൺ. സുധീഷിന്റെ അരികിലേക്ക് വന്ന സൂര്യ ചോദിക്കുന്നു, നിന്റെ മുന്നിൽ ഞാൻ തോറ്റു എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ന് നീ നിശ്ചയം മുടക്കി, നാളെ കല്യാണം ഞാൻ നടത്തും. ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടും. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതിനുള്ളതെല്ലാം ഞാൻ ഒരുമിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, എടാ നിന്നെ പോലെ ഒരുത്തിന്റെ കയ്യിൽ അവള് ചെന്ന് പെടാതിരിക്കാനാ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനിയും എങ്ങനെയാ നിന്റെ മുന്നിൽ തരാതെ അവളെ കാക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിധിയെ കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, പക്ഷെ ആ നിധിയെ നിനക്ക് ഞാൻ വിട്ടു തരൂല, അതുറപ്പാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് തല്ലാനായി തുടങ്ങുകയാണ് സൂര്യ. ദേഷ്യത്തോടു കൂടി സൂര്യ ഒന്ന് നോക്കിയിട്ട് സുധീഷ് ഉറക്കെ പറയുന്നു, അയ്യോ സാറേ എന്നെ തല്ലാൻ വരുന്നേ, ഓടിവായോ, അയ്യോ എന്നെ തല്ലുന്നേ. അവിടേക്ക് വന്ന പോലീസുകാർ സൂര്യയെ പിടിച്ച് മാറ്റുകയാണ്. തുടർന്ന് എസ്ഐ നിധിയുടെ തീരുമാനം ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഞാൻ പോകാം സാർ, പക്ഷേ ഈ കല്യാണം നടത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. അതെങ്ങനെയാണെന്ന് ചോദിച്ച് സൂര്യ ദേഷ്യത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ രാജീവ് തടഞ്ഞുകൊണ്ട് നിധിയോട് പറയുന്നു, ആദ്യം വീട്ടിലേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ ചെന്ന് വണ്ടി കയറുന്ന അരുൺ പറയുമ്പോൾ നിധി പറയുകയാണ്, സർ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം, അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഞാൻ എവിടെയെങ്കിലും താമസിച്ച എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചോളാം. സൂര്യ പറയുന്നു, ഈ തെണ്ടിയുടെ കൂടെ കുപ്പവാരി ജീവിക്കാനല്ലേ, എന്നെക്കാൾ എന്ത് യോഗ്യതയാ ഇവരുള്ളതെന്ന് പറഞ്ഞ് സൂര്യ നിധിയുടെ നേരെ വരുമ്പോൾ സൂര്യയെ തടയുകയാണ് സുധീഷ്. പോലീസുകാർ സൂര്യയെ പിടിച്ച് മാറ്റി നിർത്തുന്നു. രാജീവ് പറയുന്നു, കഷ്ടപ്പെട്ട് വലുതാക്കിയിട്ട് ഇതാണ് ഇപ്പൊ തിരിച്ചു തരുന്നത്. നിധി ചോദിക്കുന്നു, ശരിയാ കഷ്ടപ്പെട്ട് വലുതാക്കിയതാ, എന്നിട്ട് ഇയാളെ പോലെ ഒരുത്തനെ കെട്ടിച്ചയക്കാനോ? നിധി തന്റെ പഠിപ്പിനെ കുറിച്ചെല്ലാം എസ്ഐയോട് പറയുകയാണ്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആണെന്നും പറയുന്നു. എനിക്ക് ഇനിയും പഠിക്കണം സർ, സ്വന്തമായിട്ടൊരു ജോലി മേടിക്കണം. എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയില്ലേ സർ. എന്റെ ആഗ്രഹങ്ങളെ പറ്റി ഇയാളോട് പറഞ്ഞപ്പോൾ അടുക്കള ജോലിക്ക് ഈ പഠിപ്പ് ധാരാളമാണെന്ന് ഇയാൾ പറഞ്ഞത്. ഇയാളോടൊപ്പം ഒരു 10 മിനിറ്റ് തികച്ച് സംസാരിക്കാൻ കൂടി പറ്റില്ല സർ. അങ്ങനെ ഒരാളെ എങ്ങനെയാ വിവാഹം കഴിക്കുന്നത്? എല്ലാവരോടും ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചതാ, ആരും കേട്ടില്ല, അതാ ഞാൻ ഇറങ്ങിപ്പോയത്. ഇപ്പൊ തിരിച്ചു പോയാൽ എല്ലാവരും കൂടി എന്നെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കും. ഈ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പ് കിട്ടാതെ ഞാൻ പോകില്ല. നീ അത്രയ്ക്കായെന്ന് ചോദിച്ച് സൂര്യ നിധിയുടെ നേരെ വരുമ്പോൾ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ടാന്ന് പറഞ്ഞ് സൂര്യയെ തടയുകയാണ് സുധീഷ്. നീ അത്രയ്ക്കായോന്ന് ചോദിച്ച് സുധീഷിനെ തല്ലുകയാണ് രാജീവ്. അവരെ തടയാൻ ശ്രമിച്ചുകൊണ്ട് നിധി പറയുന്നു, എന്നെ ചീത്ത വിളിച്ച് തല്ലാൻ വന്നത് ഇയാളാ, അയാളെ തടയാൻ നിൽക്കാതെ ഇയാളെ എന്തിനാ അടിക്കുന്നത്? രാജീവ് ചോദിക്കുന്നു, ആരോടാ സംസാരിക്കുന്നത് അറിയോ നിനക്ക്? ഇത്രയും കാലം ഞാൻ നിനക്ക് ചെയ്തു തന്നതൊന്നും പോരാ അല്ലേ? ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ റാണിയെ പോലെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോൾ നിനക്ക് തിന്നത് എല്ലിന്റെ ഇടയിൽ കുത്താൻ തുടങ്ങിയല്ലേ? നീ കൂടെ ഇറങ്ങി പോന്നവനല്ലേ ഈ വൃത്തികെട്ടവൻ. ഇവൻ നിന്നെ പഠിപ്പിക്കുവോ? നിധി ചോദിക്കുന്നു, ഇയാൾ എന്തിനാച്ചാ എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ എന്തേലും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് പഠിച്ചോളാം. സൂര്യ പറയുന്നു, സംസാരിച്ച് സമയം കളയാതെ അവളെ എടുത്ത് വണ്ടിയിലിടാങ്കളെ. എസ് ഐ പറയുന്നു, ഇവനൊരു സൈക്കോ ആണല്ലേ. അപ്പോൾ ഗോപി പറയുകയാണ്, സംശയമൊന്നുമില്ല സാറേ, ഇവൻ ചിലപ്പോൾ ആ പെൺകുട്ടിയെ കൊന്നുകളയാനും മടിക്കില്ല. നിധിയെ ബലമായി അവിടെ നിന്ന് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ് രാജീവും അരുണും. അവരെ തടയുകയാണ് സുധീഷ്. രാജീവ് നിധിയെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ സുധീഷിനെ തല്ലുകയാണ് അരുൺ. സൂര്യയെ ഒപ്പം കൂടുന്നു. അവരെ എല്ലാവരെയും പിടിച്ചു മാറ്റുകയാണ് പോലീസുകാർ. എസ് ഐ പറയുന്നു, ഇതൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ മതി, ഇവിടെ നടക്കില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയാ, നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല. നിങ്ങളെ പേടിച്ച് ആ കുട്ടി ഓടിക്കയറി വന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക്. അതിന്റെ പരാതി കേൾക്കാതെ നിങ്ങളുടെ കൂടെ വിട്ടയച്ചാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ദാ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നില്ലേ, ഇവനൊരു പരാതി എഴുതി മുകളിലേക്ക് അയച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. രാജീവ് ഐജിയെ വിളിക്കാനായി ശ്രമിക്കുകയാണ്. ശേഷം രാജീവ് പറയുന്നു, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. വരുമ്പോ എന്റെ കൂടെ ഐജി ഉണ്ടാകും. പിന്നെ എന്ത് വേണമെന്ന് അപ്പൊ തീരുമാനിക്കാം. അങ്ങനെ രാജീവും അരുണും സൂര്യയും അവിടെ നിന്ന് പോവുകയാണ്. നിധി പറയുന്നു, എനിക്ക് പേടിയാകുന്നു. ഇന്നലെ ഫോൺ എടുക്കാതിരുന്നാ മതിയായിരുന്നു. ആരും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് ഒരു ഹോസ്റ്റലിൽ ചെന്ന് താമസിക്കാമായിരുന്നു. സുധീഷ് പറയുന്നു, എടോ ആ ഫോൺ എടുത്തില്ലെങ്കിലും അവര് തേടി വരും. ആദ്യം എന്നെ കണ്ടെത്തും, പിന്നീട് നിധിയുടെ അടുത്തെത്തും. നിധി പറയുന്നു, തിരിച്ചു പോയാൽ ഉറപ്പായും ആ കല്യാണം നടത്തും. ഞാൻ കാരണം ഇയാൾക്കും കഷ്ടപ്പാടായി. എല്ലാവരും കൂടി ചേർന്ന്
അയാളെ സോറി. സുധീഷ് പറയുന്നു അടി എത്ര വേണമെങ്കിലും ഞാൻ കൊണ്ടോളാം, അത് സാരമില്ല. പക്ഷെ ഇയാളെ ഇവിടുന്ന് ബലമായിട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ലടോ. നിധി ചോദിക്കുന്നു ഇനിയും പോയാൽ ഒരിക്കലും ശരിയാകില്ല, എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ പ്ലീസ്? പുഞ്ചിരിച്ച കയ്യിൽ പിടിച്ച സുധീഷ് പറയുന്നു പേടിക്കാതെ, ഞാനുണ്ട് കൂടെ. സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് നിധി. ഇത് ഗോപിയും എസ്ഐയും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷിനോട് സംസാരിക്കാനായി ഗോപി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എസ്ഐ പറയുന്നു മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ കുട്ടിയെ എനിക്ക് വിടാതിരിക്കാൻ പറ്റില്ല. കുട്ടി അവൻ മയക്കി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് അവൻ പറഞ്ഞാലോ? നിധി പറയുന്നു അയ്യോ അങ്ങനെയല്ല സാർ, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും സുധീഷിനോട് പോകാമെന്ന് പറഞ്ഞത്. ഗോപി സുധീഷിനോട് വീട് എവിടാണെന്നൊക്കെ ചോദിച്ചിട്ട് IG വന്ന് ആ പെൺകുട്ടിയെ ആ കുട്ടിയുടെ അച്ഛന്റെ കൂടെ അയച്ചാൽ നീ അകത്താകുമെന്ന് പറയുകയാണ്. ഞെട്ടി സുധീഷ് പറയുന്നു സാറേ ഞാൻ കടത്തിയിട്ടില്ല എന്ന് നിധി പറഞ്ഞതല്ലേ? ഗോപി പറയുന്നു നിന്റെ കാര്യം ഓർത്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ ഇടിക്കേണ്ടി വരും. ഈ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇത്ര നേരം ഇരിക്കാൻ പറ്റും? ഇവിടെ നിറങ്ങിയാൽ അവര് നിന്നെ വെട്ടിയരിങ്ങിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോകും. ആ നിൽക്കുന്ന ഗുണ്ടകളിൽ ഒരാള് ആ കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ രണ്ടായാലും നിന്റെ കാര്യം പോക്കാം. സുധീഷ് ചോദിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ സാർ ഒരു വഴിയുള്ളത്? ഗോപി പറയുകയാണ് ഒരുമിച്ച് ജീവിക്കാനല്ലേ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നത്, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്താം. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ ഗോപി പറയുകയാണ് അപ്പുറത്ത് രജിസ്റ്റർ ഓഫീസ് ഉണ്ടടാ, രജിസ്ട്രാറോട് ഇങ്ങോട്ട് വരാൻ പറയാം, അതിനുശേഷം നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്യാം. സാർ കല്യാണമോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ് അതിനല്ലേടാ നീ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. സുധീഷ് പറയുന്നു അത് നടന്നാ പിന്നെ അവളെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ല സാറേ, മാത്രമല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് എന്നെ കൊല്ലാനും പറ്റില്ല. ഗോപി പറയുന്നു അതെനിക്കറിയില്ല, മകളുടെ ജീവിതം പോയാലും മരുമകൻ ചത്താ മതിയെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അയാളെങ്കിൽ നീ ചത്തതിന് ശേഷം ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റും. നീ ചെന്നിട്ട് ആ പെണ്ണിനോട് കാര്യങ്ങൾ സംസാരിക്കുക, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. കാശുണ്ടോ നിന്റെ കയ്യില്? പൂമാലയും 2 ഗ്രാമിന്റെ താലിയും വാങ്ങാനുള്ള കാശ് എന്റെ ഫോണിലേക്ക് അയക്ക്. എന്റെ കയ്യിൽ കാശില്ല, 2 ഗ്രാം എന്ന് പറയുമ്പോൾ 10-25,000 രൂപയാകില്ലേ എന്ന് സുധീഷ് പറയുകയാണ്. ഗോപി പറയുന്നു ഒരു കാര്യം ചെയ്യും, റോൾഡ് ഗോൾഡ് വാങ്ങിക്ക്, സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ മതി. സ്റ്റേഷനിലെ പോലീസുകാർക്ക് സദ്യ കൊടുക്കണമെന്നും ഗോപി പറയുകയാണ്. 5,000 രൂപ തികച്ചയക്ക്. തുടർന്ന് ഗോപി സുധീഷിനോടും നിധിയോടും സംസാരിക്കുകയാണ്. ഞെട്ടി നിധി ചോദിക്കുന്നു കല്യാണോ? ഗോപി പറയുകയാണ് കുട്ടിയുടെ അച്ഛൻ കണ്ടുപിടിച്ച ചെക്കനല്ല ദൈവൻ, ഇയാളെ കല്യാണം കഴിക്കാനോ എന്ന് നിധി ചോദിക്കുമ്പോൾ SI പറയുകയാണ് ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഷോക്ക് അടിച്ചതുപോലെയാണല്ലോ പെരുമാറുന്നത്, കല്യാണം എന്ന് പറയുമ്പോൾ പേടിക്കുന്നത് എന്തിനാ? ഗോപി ചോദിക്കുന്നു ലിവിംഗ് ടുഗദർ എന്ന ഏർപ്പാടാണ് ഉദ്ദേശം, നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല. SI പറയുന്നു കുട്ടി പ്രേമമാണ് പ്രധാനമെങ്കിൽ അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പ് കല്യാണം നടത്തി രക്ഷപ്പെടാൻ നോക്ക്. പെൺകുട്ടി അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ തിരിച്ചു പോകും, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ. രണ്ടിലൊന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. നിധി പറയുന്നു കല്യാണം ഒന്നും വേണ്ട സാർ, ഞങ്ങളെ പറഞ്ഞയച്ചാൽ മതി. SI ചോദിക്കുന്നു എന്റെ തൊപ്പി കളയാനോ? ഒന്ന് സംസാരിക്കടോ. ഞാൻ സംസാരിച്ചോളാം സാറേ എന്ന് സുധീഷ് പറയുമ്പോൾ SIയും ഗോപിയും അവിടെ നിന്ന് പോവുകയാണ്. നിധി ചോദിക്കുന്നു എന്തൊക്കെയാ പറയുന്നത്, കല്യാണമോ നമ്മൾ തമ്മിലോ? സുധീഷ് പറയുന്നു അതൊരു നാടകം, ഞാൻ പറയുന്നത് ഇയാൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്ക്, എന്നെ ഗോപി സാറ് മാറ്റിക്കൊണ്ട് പോയില്ലേ, അത് ശരിക്കും പറഞ്ഞാലേ ഞാൻ അവസാനിച്ചെന്ന് പറയാൻ വേണ്ടിട്ടാ. ഇയാളുടെ അച്ഛൻ IG-യുമായിട്ട് തിരിച്ചു വന്നാലേ ഇയാളെ ഉറപ്പായിട്ടും അച്ഛന്റെ കൂടെ പറഞ്ഞയക്കും. ഇയാളുടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ ലോക്കപ്പിലും ആക്കും. ലോക്കപ്പ് മർദ്ദനം ഉറപ്പാണെന്നാ ഗോപി സാർ പറഞ്ഞത്. നഖത്തിന്റെ ഇടയിൽ ആണി കയറ്റുമെന്ന്, ഒരു ബെഞ്ചിൽ മലർത്തി കിടത്തിയിട്ട് വലിയൊരു ഉടക്കെടുത്ത് തൊടയിൽ ഇങ്ങനെ ഉരുട്ടുവന്ന്, പിന്നെ പറയാൻ പറ്റാത്തടത്തൊക്കെ ഈർക്കില് കയറ്റുവന്ന്, പിന്നെ അവര് വരുന്നതിന് മുമ്പ് ഞാൻ ഇയാളെ കൊണ്ട് ഇറങ്ങിപ്പോയാലോന്ന് ചോദിച്ചതാ. ഞാൻ ഇയാളെ കൊണ്ട് പുറത്തു പോയാൽ ആ നിൽക്കുന്ന കൊട്ടേഷൻ ടീം എനിക്ക് പണി തരും, എന്നെ വെട്ടിക്കൊന്നിട്ട് ഇയാളെ കൊണ്ട് അച്ഛൻ പോകും അത്രേ. രണ്ടായാലും എന്റെ കാര്യം പോക്കാം. എന്റെ വിധി ഇതാണെങ്കിലോ? എനിക്ക് വേണ്ടി ഇയാളുടെ ജീവിതം എന്തിനാ കളയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു കളയുന്നതല്ലോ, അവരെടുത്തോണ്ട് പോകുന്നതല്ലേ. ഇങ്ങനെ ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് എഴുതി വാങ്ങിക്കാൻ പറ്റുമെന്ന്. നിധി പറയുന്നു ഒരു കല്യാണത്തിൽ നിന്നാ ഞാൻ ഒളിച്ചോടി പോകുന്നത്, എന്നിട്ട് വേറെ കല്യാണം. സുധീഷ് പറയുന്നു ഇതൊരു ഫേക്ക് മാരേജ് അല്ലേ, ഇത് റിയൽ അല്ലല്ലോ, വെറും ഡ്രാമ. നിധി പറയുന്നു അതൊന്നും നടക്കില്ല, ഇയാളെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. സുധീഷ് പറയുന്നു ഇയാള് പറയുന്നത് തന്റെ അച്ഛൻ കേൾക്കുവോ? ഞാൻ തന്റെ ലവറാണെന്ന് കരുതിയിട്ടല്ലേ എന്നെ തല്ലിയത്, എനിക്ക് പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണം അപ്പൊ എന്റെ ജീവന് ഒരു വിലയില്ലേ കുട്ടി? ഇതൊരു ബൊമ്മ കല്യാണം പോലെ കണ്ടാ മതി, ഞാനും സേഫ് ആകും താനും സേഫ് ആകും, പിന്നെ പോലീസുകാര് തന്റെ അച്ഛന്റെ കൂടെ തിരിച്ചയക്കില്ല, ആ സൈക്കോയും കെട്ടേണ്ടി വരില്ല, എല്ലാം നിധിയുടെ കയ്യിലാണ്, നിധിക്ക് തീരുമാനിക്കാം. തുടർന്ന് അവിടേക്ക് വന്ന ഗോപിയോട് ഞങ്ങൾ റെഡിയാണെന്ന് സുധീഷ് പറയുകയാണ്. മോൾ ഓക്കെ അല്ലേന്ന് ഗോപി ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് സുധീഷ് പറഞ്ഞതുപോലെയാണെങ്കിൽ. ഗോപി പറയുന്നു ഒരു ഫോട്ടോ എടുക്കേണ്ടി വരും, അതിന് മോഡേ ഡ്രസ്സ് ശരിയാകത്തില്ല, സാരി തന്നെ വേണം. സുധീഷ് പറയുന്നു വണ്ടിയില് നിധിയുടെ ബാഗ് ഉണ്ട് സാർ. വണ്ടി എവിടെയാണെന്ന് ഗോപി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അത് അപ്പുറത്തെ വളവിൽ കിടക്കുക. അവിടെയുള്ള വനിതാ പോലീസ് ഷൈനിയോട് നിധിയെ ഒരുക്കാൻ പറഞ്ഞിട്ട് സുധീഷിനെ കൂടി അവിടെ നിന്ന് പോവുകയാണ് ഗോപി. തുടർന്ന് IG-യെ കാണാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാജീവും അരുണും സൂര്യയും. ഈ പോലീസുകാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് ചോദിച്ച് സൂര്യ ദേഷ്യപ്പെടുമ്പോൾ അരുൺ പറയുന്നു ഒന്ന് വെയിറ്റ് ചെയ്യ്, അകത്തൊരു മീറ്റിംഗ് നടക്കുകയല്ലേ. തുടർന്ന് ജീപ്പുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് സുധീഷ് ബാഗും എടുത്ത് അകത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗുണ്ടകൾ. ഷൈനി പറയുന്നു മോള് പേടിക്കാതിരിക്കുക, ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല, അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, മോള് ടെൻഷൻ ആകാതെ. ഈ സമയം ബാഗുമായി എവിടേക്ക് വരികയാണ് സുധീഷ്. ഷൈനി പറയുന്നു വാ മോളെ നമുക്ക്
ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്തേക്ക് പോകാം. അങ്ങനെ ഷൈനി അവിടെ നിന്ന് പോകുമ്പോൾ നിധി പറയുന്നു എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. സുധീഷ് പറയുന്നു അവരുടെ മുമ്പിൽ കാണിക്കാൻ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യും. ഗോപി ആരോ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് കണ്ട് ഒരു ഗുണ്ട ചോദിക്കുന്നു പോലീസ് അവരുടെ കല്യാണം നടത്താൻ പോവുകയാണോ? അങ്ങനെ ഗുണ്ടകളിൽ ഒരാൾ രാജീവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിടെന്ന് പറഞ്ഞ് രാജീവ് ഫോൺ അരുണിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയാൾ പറയുന്നു സാറേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണം നടത്താൻ പോകുക. ദേ മാലയൊക്കെ ആയിട്ട് പോലീസുകാരകത്തേക്ക് പോയിരിക്കുക. അരുൺ പറയുന്നു അച്ഛാ സ്റ്റേഷനിൽ വെച്ച് അവരുടെ കല്യാണം നടത്താൻ പോവുകയാണെന്നോ? ഇത് കേട്ട് ഞെട്ടി ഫോൺ വാങ്ങിച്ച് അവിടെ നിന്ന് പോവുകയാണ് രാജീവ്. പിന്നാലെ അരുണും സൂര്യയും പോകുന്നു. തുടർന്ന് നിധിയെ ഒരുക്കുന്ന ഷൈനി പറയുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. പണ്ടിങ്ങനെ ഞാൻ ഒരാളുടെ പുറകെ നടന്നതാ, അവസാനം അച്ഛൻ പറഞ്ഞ ആളെ തന്നെ കെട്ടേണ്ടി വന്നു. പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ടെന്താ, ലാത്തിയും തോക്കൊക്കെ സ്റ്റേഷനിൽ വെച്ചിട്ട് വന്നാ മതിയെന്ന് അച്ഛൻ. മോൾ ഇവിടെ ഇരുന്നോ, സാറ് വരുമ്പോൾ ഞാൻ വിളിക്കാം. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? പോലീസ് ഓഫീസർ പറയുന്നു സർ നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ചെറുക്കനും പെണ്ണും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നിട്ട് ഞങ്ങൾ പ്രേമത്തിലാണ്, വീട്ടുകാർ കൊല്ലാൻ വരുന്നു, കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? സൂര്യ ചോദിക്കുന്നു കല്യാണോ, ആര് നിശ്ചയിച്ചു? നിങ്ങൾക്ക് എന്താ അധികാരം? ഗോപി പറയുന്നു മിണ്ടാതിരിക്കടാ, വന്നപ്പോൾ മുതൽ കിടുകിടാന്ന് തുടങ്ങിയതാണല്ലോ. വിവാഹവേഷത്തിൽ ഒരുങ്ങിയ നിധിയെയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അവിടേക്ക് വരികയാണ് സുധീഷും ഗോപിയും. രാജീവും അരുണും സൂര്യയും എല്ലാം ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അരുൺ എടീന്ന് വിളിച്ച് അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അരുണിനെ വിളിച്ച് തടഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി രാജീവ് പറയുന്നു വേണ്ട, ഇതിലും കൂടുതൽ നമുക്കിനി സംസാരിക്കാനില്ല. സൂര്യ ചോദിക്കുന്നു അങ്കിൾ എന്താ ഈ പറയുന്നത്? ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോകാനോ? അതിനാണോ നമ്മൾ ഇവിടെ വന്നത്? എസ് പറയുന്നു ഇയാളെ പിടിച്ച് മാറ്റി നിർത്ത്. പോലീസുകാരൻ സൂര്യയെ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. രജിസ്ട്രാർ അവിടേക്ക് വരുന്നു. നിധി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. ഗോപിയുടെ എല്ലാം ഓക്കെ അല്ലേന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ ഗോപി പറയുന്നു അതെ സർ, താലി മാലയൊക്കെ റെഡിയാ. നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജീവിനെയും അരുണിനെയും നോക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു ഈശ്വര ഇനി ഇവളുടെ മനസ്സ് മാറുമോ? അങ്ങനെ സുധീഷ് നിധിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിധി കരച്ചിൽ അടക്കി പിടിച്ചു നിൽക്കുന്നു. രാജീവ് പറയുന്നു നിധി ഇതെന്റെ അവസാനത്തെ ചോദ്യമാ, നീ എന്റെ കൂടെ വരുന്നോ അതോ ഇവനെ കല്യാണം കഴിക്കാൻ പോകുന്നു? നിധി ചിന്തിക്കുകയാണ് രാജീവിന്റെ ഒപ്പം നിധി പോയാൽ രാജീവും സൂര്യയും അരുണും കൂടി സുധീഷിനെ തല്ലി ചതച്ച് വെട്ടിക്കൊല്ലുന്നതായി. തുടർന്ന് നിധി പറയുന്നു ഇല്ലച്ച ഞാൻ വരില്ല. രാജീവ് നിധിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. സുധീഷ് സാറിന് വിളിക്കുമ്പോൾ സുധീഷിന്റെ കരണം മുഖം ചടിക്കുകയാണ് രാജീവ്. അച്ഛാന്ന് വിളിച്ച് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് നിധി. രാജീവ് ചോദിക്കുന്നു നിനക്ക് വേദനിച്ചു അല്ലേ? അവനെ അടിച്ചപ്പോൾ നിനക്ക് നൊന്തു, പക്ഷേ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എന്നെ ചതിച്ച് നിനക്ക് ഒരു വേദനയും തോന്നിയില്ല. നിധി പറയുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ, സോറി അച്ഛാ. പോലീസ് ഓഫീസർ പറയുന്നു സാറേ ചടങ്ങ് നടത്തിയാലോ? ഞാൻ റെഡിയാണെന്ന് രജിസ്ട്രാർ പറയുമ്പോൾ ഗോപി പറയുന്നു സുധാകർ ആ മാലയും കൊണ്ടുവാ. എസ് ഐ പറയുന്നു പെണ്ണിന്റെ അച്ഛനുള്ളപ്പോൾ തന്നെ സംഗതി നടക്കട്ടെ. സുധീഷിന്റെ കയ്യിലേക്ക് മാല കൊടുത്തിട്ട് ഗോപി പറയുന്നു ഇടടാ. നിധിയും രാജീവും മുഖത്തോട് മുഖം നോക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു അച്ഛന്റെ കണ്ണീറിൽ ഇവള് വീണാൽ തീർന്നു, അതിനു മുമ്പേ മാല ഇട്ടാലോ? അങ്ങനെ സുധീഷ് നിധിയുടെ കഴുത്തിലേക്ക് മാല ഇടുകയാണ്. ഇതെല്ലാം അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അരുണുറക്കെ എടാന്ന് വിളിക്കുമ്പോൾ ഗോപി മാല എടുത്ത് പിടിക്കുമോളെ എന്ന് പറഞ്ഞ് നിധിയുടെ നേരെ നീട്ടുകയാണ്. ചേവി പറയുന്നു അത് വാങ്ങി കഴുത്തിലിട്ട് കുട്ടി. സുധീഷ് പറയുന്നു കരഞ്ഞോണ്ട് നിൽക്കാതെ അത് വാങ്ങ്. എടാ വാങ്ങടോ, വാങ്ങിച്ചെന്റെ കഴുത്തിലിട്ടതാ. സൂര്യ പറയുന്നു നോ. നിധി ആ മാല വാങ്ങി കരഞ്ഞുകൊണ്ട് രാജീവിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു ഇട്. നിധി മടിച്ചു നിൽക്കുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് തന്റെ കഴുത്തിലേക്ക് ആ മാല ഇടിയിപ്പിക്കുകയാണ് സുധീഷ്. നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സൂര്യയും രാജീവും അരുണും. സൂര്യ തലയിൽ കൈവച്ച് തളർന്നിരിക്കുന്നു. ചേവി പറയുന്നു ഒരു ഫോട്ടോ എടുത്തേ. സുധീഷ് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അവർ ഫോട്ടോ എടുക്കുന്നു. ഗോപി പറയുന്നു ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ച താലിയാ, കേട്ടടാ. സുധീഷ് മടിച്ചു നിൽക്കുമ്പോൾ ഗോപി പറയുന്നു കേട്ട്. രാജീവിനെ അരുണിനെ ഒന്ന് നോക്കി കണ്ണടച്ചുകൊണ്ട് സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. നിധി കരഞ്ഞുകൊണ്ട് രാജീവിനെയും അരുണിനെയും നോക്കുന്നുണ്ട്. പോലീസുകാരെല്ലാവരും സന്തോഷത്തോടുകൂടി കൈകൊട്ടുന്നു. ഇനി ഇതായിട്ട് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് കുങ്കുമം എടുത്ത് സുധീഷിന്റെ നേരെ നീട്ടുകയാണ് ഷൈനി. സുധീഷ് കുങ്കുമം വാങ്ങിച്ച് നിധിയുടെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നു പെൺകുട്ടികൾ വാശി പിടിച്ചാ പിന്നെ എതിർത്തിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഈ ചെറുക്കന്റെ ജീവൻ നോക്കേണ്ടതും പോലീസിന്റെ കടമയല്ലേ? എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് സാർ അവരെ അനുഗ്രഹിച്ച് പോകാൻ നോക്ക്. നിധിയുടെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു നിനക്കൊരു അച്ഛനുണ്ടായിരുന്നു ഈ നിമിഷം വരെ. ഈ നിമിഷത്തിൽ അയാൾ മരിച്ചു. എനിക്കുണ്ടായിരുന്ന മകളും മരിച്ചതായി ഞാൻ കണക്കാക്കിക്കോളാം. ഇനി രാജീവ് ശങ്കറിന് ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ. അച്ഛന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് നിധി. രാജീവ് പറയുന്നു ഒരു കാര്യം തീർച്ച, എന്റെ നെഞ്ചു പൊള്ളിച്ചതിന് നീ അനുഭവിക്കും. ഇവന്റെ കൂടെ ആ കുപ്പയിൽ കിടന്ന് പുഴുത്തു നരകിക്കും. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവളായല്ലോന്ന് നീ അലറി വിളിക്കുന്ന ഒരു സമയം വരും. അന്നേരം നിന്റെ ഓർമ്മയിൽ പോലും ഞാൻ ഉണ്ടാകാൻ പാടില്ല, മായ്ച്ചു കളഞ്ഞേക്ക്. അങ്ങനെ തകർന്ന മനസ്സുമായി രാജീവ് അവിടെ വന്നു പോകുമ്പോൾ സൂര്യ ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തിയ ആളുകളോട് എന്ത് സമാധാനം പറയും? എസ് ഐ പറയാണ് ഇനി നീ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തല്ലും. ഇവനെ പിടിച്ച് പുറത്താക്കടോ. സൂര്യ പറയുന്നു ഇല്ല. നിധി. പോലീസുകാരൻ സൂര്യയെ പിടിച്ച് പുറത്താക്കുകയാണ്. സുധീഷിന്റെ നിധിയുടെ അരികിലേക്ക് വന്ന അരുൺ പറയുന്നു അച്ഛൻ ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷേ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടി അരുൺ പറയുന്നു നീ ഇതിനനുഭവിക്കും, നരകയാതന അനുഭവിക്കും. പോലീസുകാരൻ പറയുന്നു എടോടോ ഭീഷണിയൊന്നും വേണ്ട, ഇറങ്ങി പോകാൻ നോക്ക്. പോകുമ്പോൾ ആ കിങ്കരന്മാരെ കൂടി കൊണ്ടുവയ്ക്കൂ. ദേഷ്യത്തോടുകൂടി അരുൺ അവിടെ നിന്ന് പോവുകയാണ്. നിധി പൊട്ടിക്കരഞ്ഞ് വാതിലിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്.
നിധി പുറത്തിരുന്ന് കരയുമ്പോൾ രജിസ്ട്രാർ പറയുന്നു, അപ്പോ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നാലോ? ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എടുക്ക്. സുധീഷ് ആധാർ കാർഡ് എടുത്തു കൊടുക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നു, ആ കുട്ടിയുടെ ആധാറില്ലേ? സുധീഷ് ഓർക്കുന്നു, നിധി ആധാർ കാർഡിന്റെ കോപ്പി സുധീഷിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തതും ആധാർ കാർഡിന്റെ കോപ്പി എടുക്കാനായി സുധീഷ് പോയതും ഫോണിലുണ്ട് സാറെന്ന് പറഞ്ഞ് സുധീഷ് ആധാർ കാർഡ് രജിസ്ട്രാറെ കാണിക്കുകയാണ്. അല്ല, ഇതെന്തിനാ സാറേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എസ്ഐ പറയുന്നു, നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വന്ന് വാങ്ങണം. ഇവിടെ വരണോ അല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ്, ഇവിടെ വന്നാ മതി. സുധീഷ് ചോദിക്കുന്നു, അപ്പൊ സാറേ നിയമപരമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായി അല്ലേ? ഗോപി പറയുന്നു, നിനക്കെല്ലാം സംശയമാണല്ലോടാ, നീ ആ പെണ്ണിനോടൊപ്പം എങ്ങനെ ജീവിക്കും? രജിസ്ട്രാർ പറയുന്നു, രണ്ടുപേരും സൈൻ ചെയ്യണം, ദാ ഇവിടെ. സുധീഷ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. രജിസ്ട്രാർ പറയുന്നു, ഇവിടെ പെൺകുട്ടിയുടെ വിളിക്ക്. സുധീഷ് പറയുന്നു, നിധിയുടെ ഒപ്പേ ഞാൻ വാങ്ങിച്ചോളാം സാറേ. എസ് ഐ ചോദിക്കുന്നു, എന്താ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? സുധീഷ് പറയുന്നു, അത് പിന്നെ ആ കുട്ടി അവിടെ ഇരുന്ന് കരയുകയല്ലേ സാറേ? ഗോപി പറയുന്നു, പുതുമോടിയുടെ കരുതലാണ് സാറേ. ഇത് കിട്ടി ചിരിച്ചുകൊണ്ട് പോലീസ് ഓഫീസർ പറയുന്നു, ചെല്ല. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ഇതിലൊരു സൈൻ വേണം. നിധി ചോദിക്കുന്നു, ഇതെന്താ ഇത്? സുധീഷ് പറയുന്നു, ഇത് രജിസ്റ്റർ മാരേജ് ഫോം, ഒരു സൈൻ മാത്രം മതി. ദേഷ്യത്തോടു കൂടി രജിസ്റ്റർ ബുക്ക് തട്ടിയെറിഞ്ഞ് നിധി പറയുന്നു, എനിക്ക് പറ്റില്ല, എടുത്തോണ്ട് പോ. ഇയാളെന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, പോടാ കടന്നു പോ. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. നിധിയെയും സുധീഷിനെ അരികിൽ വിളിച്ചിട്ട് പോലീസ് ഓഫീസർ പറയുന്നു, ഈ കുട്ടിയുടെ വീട്ടുകാര് വലിയ ദേഷ്യത്തിലും വാശിയിലുമാ, നീ സൂക്ഷിച്ചോണം. പോലീസുകാരുടെ വാക്കുകൾ കേട്ട് നിധി രജിസ്റ്ററിൽ സൈൻ ചെയ്യുകയാണ്. തുടർന്ന് സുധീഷും നിധിയും ജീപ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ പോലീസുകാരെല്ലാവരും സന്തോഷത്തോടു കൂടി അവർക്ക് ടാറ്റ കാണിക്കുകയാണ്. അവർ ജീപ്പിലേക്ക് കയറുന്നു. നിധി താലി അഴിക്കാനായി തുടങ്ങുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടി നിധിയെ നോക്കുകയാണ് സുധീഷ്. നിധി സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുന്നു. സുധീഷിന്റെയും നിധിയുടെയും വിവാഹകാര്യം അറിഞ്ഞ സുഭാഷ് നികേഷിനോട് പറയുന്നു, എടാ നമുക്കും ആ പെണ്ണിനും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ആ കല്യാണം തടയാനായിട്ട് നമ്മൾ ആരാ? നികേഷ് പറയുന്നു, ആരും പെണ്ണ് തരാത്ത വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോകുന്നു. ഇത് കേട്ട് സുഭാഷ് നികേഷിനെ നോക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.